ഇതാണ് കേട്ടോ സ്രാമ്പി. ഇത് വയനാട്ടിലെ പുൽപ്പള്ളി പാക്കം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരുടെ വാച്ച് ടവറാട്ടോ സ്രാമ്പി. 2018 എടുത്ത ഈ 2-3 ഫോട്ടോ അല്ലാതെ കൂടുതൽ ഫോട്ടോസ് എൻ്റെ കയ്യിലില്ല. 2019 ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് ഫുള്ളായിട്ട് നശിക്കുകയും ചെയ്തു. ഇതിനെ സംരക്ഷിക്കാതെ നശിപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കുറുവാ ദ്വീപിൻ്റെ ഒക്കെ അടുത്ത് തന്നെയായിട്ടാണ് ഇതും വരുന്നത്. പുറകിൽ മുഴുവൻ കാടാണ്. അപ്പോൾ ആന വരും. അതുകൊണ്ട് അധിക സമയം അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ വേഗം അവിടെ നിന്ന് മടങ്ങി. ആന വന്നിട്ട് അതിൻ്റെ പുറമൊക്കെ ഉരച്ച പാടും ഉണ്ട് കേട്ടോ അതിലൊക്കെ. പനമരത്തുനിന്ന് നീർവാരം ദാസനക്കര പുൽപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് വലത് വശത്തായിട്ടായിരുന്നു ഇതുണ്ടായിരുന്നത്. ബസ്സിലിരുന്നിട്ട് തന്നെ പണ്ടൊക്കെ ഇത് കാണുമായിരുന്നു. ഇപ്പോൾ ബാക്കിയുള്ള മരക്കഷ്ണങ്ങളൊക്കെ കൂടെ കൂട്ടി മൂടിയിട്ടിട്ടുണ്ട് അവിടെ ഒരു മൂലയ്ക്ക്. ഇങ്ങനെ ഒരു സ്രാമ്പി അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും നോക്കിയാൽ മനസ്സിലാവില്ല. ഒരു പെയിൻറ് പോലും അടിക്കാതെ ഇത് ഇത്ര വർഷം നിന്നത് ഭയങ്കര അത്ഭുതം തന്നെയല്ലേ. ഒരുപാട് പേരെ ചൂഷണം ചെയ്ത അന്നത്തെ കാലത്ത് ഈ സ്രാമ്പിക്ക് പറയാനും കുറേ കഥകൾ ഉണ്ടായിരുന്നിരിക്കും. ഇതിൻ്റെ 1-2 ഫോട്ടോയും കൂടി ഒപ്പിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി പുൽപ്പള്ളി ഭാഗത്തുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിരുന്നു. അവർക്ക് ഇതിനെ പറ്റിയുള്ള ഓർമ്മ തന്നെ ഇല്ല. അന്ന് പിന്നെ ഫോണും ക്യാമറയൊന്നും അത്ര പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ തോന്നുന്നു എനിക്ക് 2-3 ഫോട്ടോസും കൂടി എടുക്കാമായിരുന്നു എന്ന്. ഇതിൻ്റെ മുന്നിലെത്തുമ്പോൾ തന്നെ നമുക്കെന്തോ ഒരു പേടിപ്പെടുത്തുന്ന എന്തൊക്കെയോ ഒരു അനുഭവമാണ് വരിക. പുറകിൽ കാടുണ്ട്, ആന ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയും കൂടി ചെയ്തതുകൊണ്ട് വേഗം കണ്ട് എങ്ങനെയെങ്കിലും പോകാമെന്ന് മാത്രമേ അപ്പം ചിന്തിച്ചുള്ളൂ. ഇതിലെ തൂണുകളൊക്കെ കണ്ടില്ലേ, ഒറ്റയൊരു തേക്ക് മരമാണ് അതൊക്കെ. ഈ ഒരൊറ്റ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ അവർ ഒരുപാട് മരങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ടാവും. JCBയും ക്രെയിനും കട്ടിംഗ് മെഷീനും ഒന്നും ഇല്ലാതെ ഇവരെങ്ങനെയായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അന്ന് പട്ടാളക്കാരൊക്കെ തോക്കൊക്കെ പിടിച്ച് നിന്ന സ്ഥലമായിരിക്കും ഇത്. പിന്നിലുള്ള ഈ ഗ്രൗണ്ടൊക്കെ ട്രെയിനിങ് പർപ്പസിനൊക്കെ ആയിട്ടായിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഞാൻ ഊഹിച്ച് പറയുന്നതാണ്. ഇങ്ങനെയൊരു ബിൽഡിങ് ഇന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു, ഇത് ബ്രിട്ടീഷുകാരുടെ വാച്ച് ടവർ ആയിരുന്നു, അങ്ങനെ അത്രയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. എൻ്റെ ഫോണിൽ ഫോട്ടോസ് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഈ 2-3 ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന്. ഇതറിയാത്ത കുറേ പേരുണ്ടാവുമല്ലോ, അറിയുന്നവരും ഉണ്ടാവും. യൂട്യൂബിൽ തന്നെ സ്രാമ്പീനെ കുറിച്ചുള്ള വേറെ വീഡിയോ ഉണ്ടോ നോക്കുമ്പോൾ അങ്ങനെയൊന്നും കാണുന്നുമില്ല. ഈ സ്രാമ്പീനെ കുറിച്ച് ചിലപ്പോൾ കുറച്ച് വയസ്സായ ആളുകളോടൊക്കെ ചോദിച്ചാൽ അറിയണ്ടാവും. പുൽപ്പള്ളി ഭാഗങ്ങളിലുള്ളവർക്കൊക്കെ അറിയണ്ടാവുള്ളൂ കേട്ടോ. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബും കൂടി ചെയ്യുകയാണെങ്കിൽ. അടുത്തതും ഇതുപോലെ ഒരു ചരിത്ര വീഡിയോ തന്നെയാണ് കേട്ടോ. അധികമൊന്നുമില്ല, 3 മിനിറ്റ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശരി.